Hello, this is Python Malayalam. Python Malayalamത്തിന്റെ മറ്റൊരു ട്യൂട്ടോറിയലിലേക്ക് കൂടി സ്വാഗതം. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും GUI ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആപ്ലിക്കേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വളരെയധികം തള്ളിച്ചേരിയിരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മളെല്ലാവരും സോഫ്റ്റ്വെയറും പ്രോഗ്രാമിങ്ങും ഒക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉദ്ദേശം ഇന്ന രൂപത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഗെയിംസുകൾ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള വലിയ ആഗ്രഹങ്ങളോട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ നമ്മൾ പഠിച്ചതൊക്കെ കൺസോളുകളിൽ ഔട്ട്പുട്ട് എടുക്കുകയായിരുന്നു. പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മളിങ്ങനെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്തെടുക്കുകയായിരുന്നു. നമുക്ക് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പ്രോഗ്രാമുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് താല്പര്യം. മെനു ബാറുകൾ, ബട്ടണുകൾ, ലാബലുകൾ, റേഡിയോ ബട്ടൺസ്, ചെക്ക് ബോക്സുകൾ, ലിസ്റ്റുകൾ, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് പ്രോഗ്രാംസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആണ് ഇനി മുതൽ നിങ്ങളോട് ഈ പൈതൺ ട്യൂട്ടോറിയലുകളിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൈതൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കൂടെ തന്നെ GUI ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായുള്ള മൊഡ്യൂൾ യഥാർത്ഥത്തിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പൈത്തണിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ tkinter എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ അതിൻ്റെ കൂടെ തന്നെ എല്ലാ OSലും ലഭ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. tkinter മൊഡ്യൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ബട്ടൺസും അതുപോലെ തന്നെ ലാബൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ക്യാൻവാസുകളും ചിത്രങ്ങളൊക്കെ വരയ്ക്കാവുന്നതാണ്. പക്ഷേ tkinterയേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു GUI ആപ്ലിക്കേഷൻ മൊഡ്യൂളാണ് PyQt4 എന്ന് പറയുന്നത്. PyQt4 ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് GUI ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ സീരീസിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. tkinter പൊതുവെ എത്രത്തോളം അഡ്വാൻസ്ഡ് അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ tkinter പ്രൊമോട്ട് ചെയ്യുന്നില്ല. PyQt4 ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ GUI ആപ്ലിക്കേഷൻ ക്രിയേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രൗസറിൽ ഗൂഗിൾ ചെയ്യുക PyQt4. നമുക്ക് PyQt എന്നോ PyQt4 എന്നോ എന്ത് തന്നെ വേണമെങ്കിലും പറയാം, സംഗതിയൊക്കെ തന്നെയാണ്. എൻ്റെ വൈഫ് പറയും പൈക്കുട്ടി എന്ന്. നിങ്ങൾ പൈക്കുട്ടിയുടെ പുറത്താണോ എന്ന് ചോദിക്കും. അപ്പോൾ PyQt4 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ റിസൾട്ട് റിവർ ബാങ്ക് സോഫ്റ്റ്വെയർ PyQt4 ഡൗൺലോഡ് ആയിരിക്കും. നിങ്ങളതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ലിങ്കിലേക്ക് പോവുക. റിവർ ബാങ്ക് കമ്പ്യൂട്ടിംഗ് ആണ് PyQt4 ഡെവലപ്പ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ Qt എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, Qtയുടെ ഒരു സൈഡാണ്, പൈത്തോൺ സൈഡാണ് PyQt. അതിൽ ലിനക്സ് വെർഷൻ, വിൻഡോസ് വെർഷൻ, മാക് വെർഷനുകളൊക്കെ ലേറ്റസ്റ്റ് സ്റ്റേബിൾ വെർഷനുകളുണ്ട്. അതുപോലെ തന്നെ ബൈനറി പാക്കേജസ് ആയിട്ട് നമുക്കിവിടെ വേറെയും ഡൗൺലോഡ് ലിങ്ക് അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് PyQt4 എന്ന് പറയുന്ന 32-bit ഇൻസ്റ്റാളറാണ്. ഐ ഡോണ്ട് നോ 64-bit എൻ്റെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ സിസ്റ്റം 64-bit ആണെങ്കിൽ പോലും അതിൽ എന്തോ പ്രോബ്ലം കാണിക്കുന്നുണ്ട്. ഞാൻ ഇതാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നിങ്ങളെ സോഴ്സ്ഫോർജ് വെബ്സൈറ്റിലേക്കാണ് അത് കൊണ്ടുപോവുക. sourceforge.net. PyQt4 is a toolkit for creating GUI applications. Qt library പവർഫുൾ ആയിട്ടുള്ള ഒരു GUI ലൈബ്രറിയാണ് Qt ലൈബ്രറി. riverbankcomputing.co എന്ന് പറയുന്ന .co.uk എന്ന് പറയുന്ന സൈറ്റാണ് PyQtയുടെ ഡെവലപ്മെൻറ്റ് നിർവഹിക്കുന്ന റിവർ ബാങ്ക് കമ്പ്യൂട്ടിങ്ങിൻ്റെ സൈറ്റ്. PyQt4 എന്ന് പറയുന്നത് ഒരു പൈത്തോൺ മൊഡ്യൂളാണ്. ഒരുപാട് ക്ലാസ്സുകളും ഫങ്ഷനുകളും ഒക്കെ ഉള്ള ഒരു മൊഡ്യൂളാണ്. ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ഡൗൺലോഡ് എന്ന് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് കൊടുക്കുന്നില്ല. നിങ്ങളുടെ സിസ്റ്റത്തിൽ PyQt4 ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ ഓൾറെഡി PyQt4 ഡൗൺലോഡ് ചെയ്ത് ഇവിടെയുണ്ട്. 64-bit 32-bit എടുത്തുണ്ട്. 32-bit നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. യെസ്, ഇൻസ്റ്റാൾ ചെയ്യാം. നെക്സ്റ്റ്, ഐ അഗ്രി. നെക്സ്റ്റ്,
പൈത്തോൺ ഇൻസ്റ്റാളേഷൻ ഫോൾഡർ നിങ്ങൾ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. അവിടെ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ബ്രൗസ് ചെയ്തിട്ട് സിയിൽ പോയിട്ട് അത് അടയാളപ്പെടുത്തണം. സിയിലായിരിക്കും നിങ്ങൾ പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതുന്നു. ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ PyQt4ൽ 440ഓളം ക്ലാസ്സുകളും 6000ഓളം ഫംഗ്ഷനുകളും മെത്തേഡുകളൊക്കെ ഉണ്ട്. ഒരുപാട്, അതുപോലെ വിൻഡോസ്, മാക്, ലിനക്സ്, യൂണിക്സിലൊക്കെ ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും അതിൻ്റേതായിട്ടുള്ള ഒരു നേറ്റീവ് ലുക്ക് അത് ക്രിയേറ്റ് ചെയ്യും. അഥവാ വിൻഡോസിലെ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് വിൻഡോസ് ലുക്ക് ഉണ്ടാകും. ലിനക്സിലാണെങ്കിൽ അതിനൊരു ലിനക്സ് ലുക്ക് ആയിരിക്കും, മാക്കിലാണെങ്കിൽ അപ്രകാരമായിരിക്കും. ഇതിൽ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് വേറെയും ഒരുപാട് കാര്യങ്ങൾ, ത്രെഡിങ്, അതുപോലെ തന്നെ ഫയൽ ഹാൻഡ്ലിങ്, ഒരുപാട് മറ്റ് SVG ഗ്രാഫിക്സ് ഒക്കെ, സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക്സ്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വേറെയും ഒരുപാട് ഫംഗ്ഷനുകളും മെത്തേഡുകളും ക്ലാസ്സുകളൊക്കെ PyQt-ലുണ്ട്. നമ്മൾ തൽക്കാലം അവിടേക്കൊന്നും പോകുന്നില്ല. നമ്മൾ പൈത്തോണിൻ്റെ കൂടെ PyQt4 ഉപയോഗിച്ച് എങ്ങനെ GUI ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ PyQt4 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഷെല്ലിൽ, പൈത്തോൺ ഷെല്ലിൽ ഇമ്പോർട്ട് PyQt4 എന്ന് എൻ്റർ ചെയ്ത് വെച്ചാൽ എററുകളൊന്നും കാണിക്കുന്നില്ലെങ്കിൽ PyQt4 ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. നമ്മൾ വെറുതെ എന്തെങ്കിലും ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ എറർ കാണിക്കും. ഓക്കെ, PyQt4 എന്ന് പറയുന്ന മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് PyQt4ൽ കൈവച്ച് തുടങ്ങാം. ഓക്കെ, സോ റെഡി ടു മേക്ക് യൂസർ ഇൻ്റർഫേസസ്. പൈത്തോൺ മലയാളം ട്യൂട്ടോറിയൽസുകൾക്കായി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ടതില്ല. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോകൾ ഷെയർ ചെയ്യുമല്ലോ. ഗുഡ് ബൈ.